ഇപ്പോൾ മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. സർക്കാരിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ? ഗുരുവായൂർ ദേവസ്വം ബോർഡ് എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതിനെക്കുറിച്ച് പറയുവാക്കെ LDF വെച്ചതല്ലേ. ഇവിടെ മാത്രമല്ലേ പരാതി ഒന്നുള്ളൂ. അത് സ്വർണം കട്ട സ്ഥലം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കിട്ടുന്ന പരാതികൾ അതാ ഈ കേസ് അന്വേഷിക്കുന്ന കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്യും. ഈ ഒരു അംഗത്തിന്റെ പേരിൽ മാത്രം ഒരു അന്വേഷണത്തിന് അംഗത്തിനെ കുറിച്ചാണ് പരാതി. അവനെ കെ രാജുവിനെ കുറിച്ച് ആർക്കാ പരാതിയുള്ളത്? അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എന്നും സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളാണ്. അദ്ദേഹം ദീർഘകാലം MLA മന്ത്രിയായിരുന്നു. ഒരാരോപണം അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പോലും ഉന്നയിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാഷ്ട്രീയക്കാരനല്ല. ഇവിടെ പലരും പരാതി പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പക്ഷേ പരാതി കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാൻ സർക്കാരിന് കഴിയില്ല. എന്നാൽ അതേസമയത്ത് സർക്കാരിന് കൈയും കെട്ടി നോക്കിയിരിക്കാനും കഴിയില്ല. ഏതായാലും അന്വേഷിക്കട്ടെ. മദ്യനയത്തിൽ ഒരു യൂട്ടേണും ഇല്ല. എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ക്യാബിനറ്റ് ഒരുമിച്ചാണ് എല്ലാ കാര്യവും തീരുമാനിക്കുക. ക്യാബിനറ്റിൽ അങ്ങനെ ആരെയും ഒറ്റപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. ടീം VD സതീശൻ, ടീം VDS ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ആര് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും നടക്കില്ല. പ്രതിപക്ഷം ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ അവരെ ഇനിയെങ്കിലും ഒരു സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നാണ് പറയാനുള്ളത്. ഇന്ന് എന്തായി നിയമസഭയിൽ കണ്ടില്ലേ? 2 ദിവസം എന്തൊരു ബഹളമായിരുന്നു നിങ്ങൾ ചാനലൊക്കെ ഉണ്ടാക്കിയത്. നനഞ്ഞ വടകത്തിനേക്കാൾ കഷ്ടമായിട്ടല്ലേ ഇന്ന് നിയമസഭയിൽ ഇന്നും ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്. ടീം VDS ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളൊക്കെ പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്താൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ വഴിക്ക് നടക്കും. ഒപ്പിട്ടാൽ തന്നെ. ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം. ആര് പറഞ്ഞു പറ്റില്ല ഞങ്ങൾ ഇന്ന് പിന്മാറുന്ന കത്തയച്ചോ? അവർ കത്തയച്ചു. എന്താ കത്തയക്കാൻ? പ്രൊവിഷനില്ല. ഞങ്ങൾ പറഞ്ഞ എന്താ? കരിക്കുലം വിട്ടുവീഴ്ചയില്ല. എങ്ങനെ? ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമാണ്, കരിക്കുലം വിട്ടുവീഴ്ചയില്ല. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിട്ടുവീഴ്ചയില്ല. അതിന്റെ നിലപാട് അറിയട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ശരി, മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണമാണ്. മദ്യനയത്തിൽ ഒരു യൂട്ടേണുമില്ല. ഒപ്പം തന്നെ PM ശ്രീയിൽ സർക്കാർ കൃത്യമായ തീരുമാനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിൽ പ്രതിപക്ഷത്തിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ടീം VDS ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഭിന്നത ഉണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്.